ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശേഖരനെയും ശങ്കറിനെയും കമലേനെയും ഗൗരീനെയും ആരതിനെയാണ്. അപ്പോൾ ആരതി ആകെ പേടിച്ചു പോയി. അപ്പോൾ ശങ്കർ എന്നിട്ട് ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ, ആരതി മോള് പിന്നെ എന്തിനാണ് ഇവിടെ പേടിക്കുന്നത് എന്ന് ചോദിച്ച് ശേഖരൻ ഇങ്ങനെ തലോടി കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ആകെ അസ്വസ്ഥതപ്പെടുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, എന്നിട്ട് ശേഖരൻ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഗൗരി അടുത്തേക്ക് ചെന്നിട്ട്, മോളെ ആരതി, നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചോ, നിന്നോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം കമലയിടത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അല്ല ചേച്ചി, അത് പിന്നെ ഇല്ല ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഈ വീട്ടിൽ ഞാൻ തനിയായപ്പോൾ ഞാൻ ഭയന്ന് പോയതാ എന്ന് പറഞ്ഞു. അപ്പോൾ പതുക്കെ ഒഴിവാകുകയാണ് ചെയ്തത്. അപ്പോൾ കമലയ്ക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം വ്യക്തമായി കേട്ടോ. അപ്പോൾ ഗൗരിക്ക് ഒരു സംശയം, അവൾ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് ഏതോ ഒരു ബുക്ക് ഇങ്ങനെ നോക്കി മറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വേണി അകത്തേക്ക് കയറി വരുന്നത്. ആൾ ഭയങ്കര സന്തോഷത്തിലാണ് വന്നത്. പക്ഷേ ഇത് കണ്ടപ്പം ആകെ ദേഷ്യം വന്നു കേട്ടോ. ഒന്ന് ചവിട്ടിത്തുള്ളി അങ്ങ് വന്നിട്ട്, മത്താപ്പേ, എൻ്റെ പൊന്നു മനുഷ്യ, പഠിപ്പിച്ചിട്ടേ നിങ്ങൾക്ക് ഈ ബുക്കൊന്ന് മാറ്റി വെച്ചിട്ട് എന്നോടൊന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ആ ബുക്കിനെ പ്രേമിക്കാതെ എന്നെ ഒന്ന് പ്രേമിക്കും മനുഷ്യ. വേണി, ദാ ബുക്ക് കണ്ടോ, നല്ല സൂപ്പറാണ് കേട്ടോ, നല്ല കിഡിലൻ ആർട്ടിക്കിൾസാണ്. ഈ ബുക്കൊന്ന് കിട്ടാനായിട്ട് ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കാമെന്നറിയോ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ല കേട്ടോ. ആദർശേട്ടാ, മത്താപ്പേ എന്ന് വിളിച്ചു. എന്താ, നിങ്ങൾ ആരെയാ കല്യാണം കഴിച്ചത്? ആ ബുക്കിനെയാണോ അതോ എന്നെയാണോ? നിങ്ങൾ തന്നെ പറ. അപ്പം നന്ദിനി അമ്മ അങ്ങോട്ടേക്ക് വന്നു. നന്ദിനി അമ്മ വന്നിട്ട്, ആദർശേ, നിന്നെ അച്ഛൻ തിരക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ കാറിന് എന്തോ കേടായി എന്നാണ് പറയുന്നത് കേട്ടത്. അയ്യോ, പുതിയത് വാങ്ങിയതാണല്ലോ എന്തോ കംപ്ലൈൻ്റ് ആയിട്ട്. അതൊന്നും എനിക്കറിയില്ല, നീ ഒന്ന് വന്ന് നോക്ക്. അമ്മ പൊക്കോ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു. അപ്പം നന്ദിനി അമ്മ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ വേഗം തന്നെ ആദർശ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ വേണിക്ക് കല്ല് വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. പോയ പോക്കുണ്ടോ അങ്ങേര്. ഒരേട്ടൻ്റെയും ഗൗരിയുടെയും ജീവിതം ഇപ്പം എത്ര സന്തോഷം സമാധാനമായിട്ട് മുന്നോട്ട് പോകണത്. നമ്മുടെ വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ടായിട്ട് പോലും ഇല്ല, എഞ്ചിന് പണിയുണ്ടോയെന്ന് പോലും ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ടോ ആണുങ്ങൾ? എൻ്റെ ദൈവമേ, എനിക്കറിയില്ല. അപ്പം ഇത്ര കാര്യമായിട്ട് വായിച്ചത് എന്താ എന്ന് നോക്കിയാലോ. അപ്പോൾ ബുക്ക് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ പരസ്യത്തിന് കുറേ മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേനും അയ്യോ, അപ്പോൾ ഇത്രയും നേരം മത്താപ്പ് ഇതാണോ നോക്കിക്കൊണ്ടിരുന്നത്, എന്നിട്ട് ആർട്ടിക്കിൾ വായിക്കുവാണെന്ന് പറഞ്ഞ്, എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. ചുമ്മാതെയാണോ എന്നെ ഇഷ്ടമില്ലാത്തത്? ഈ പെണ്ണുങ്ങളെയൊക്കെ ആയിരിക്കും മത്താപ്പിന് ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ നോക്കുക കേട്ടോ, നമ്മളെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇതുപോലത്തെ ഐറ്റംസ് അല്ലേ, പിന്നെ എങ്ങനെ മൈൻഡ് ചെയ്യാനാ? അപ്പോൾ മത്താപ്പിൻ്റെ സ്ത്രീസങ്കല്പം ഇങ്ങനെ ആയിരിക്കുമോ? ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരി പെമ്പിള്ളാരി ആയിരിക്കും. മത്താപ്പെന്നല്ല, ആരായാലും വഴിതെറ്റിപ്പോവും, പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്ന പെമ്പിള്ളാരെയാണോ മത്താപ്പിന് ഇഷ്ടം? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോഴല്ലേ സംഭവങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത്. നമ്മൾ മോഡേൺ അല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മത്താപ്പ് നമ്മളെ ശ്രദ്ധിക്കാത്തത്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ വേണി കുറേ അങ്ങോട്ട് ഊഹിച്ചെടുത്തു. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഒന്നും അല്ല കേട്ടോ. എന്താണെങ്കിലും ഇതിൽ കാണുന്ന പെമ്പിള്ളാരെ പോലെ എനിക്ക് നല്ല സ്റ്റൈലാവണം, ഇതുപോലെ തന്നെ ആവണം. ശരിയാക്കി കൊടുക്കാം. അതിനു മുമ്പ് നമ്മുടെ മത്താപ്പിൻ്റെ സ്ത്രീസങ്കല്പം എന്തൊട്ടാണെന്നൊന്ന് ചോദിച്ചറിയണം. അപ്പോൾ വേണി ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വേണി സ്വപ്നമൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കാണുന്നത് നമ്മുടെ ആരതിനെയാണ്. അപ്പോൾ ആരതിയുടെ കിച്ചണിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശേഖരൻ വീണ്ടും അങ്ങോട്ടേക്ക് എത്തിയിട്ടോ. അപ്പോൾ ശേഖരൻ വന്നപ്പോഴത്തേനും ആരതി ബഹളമൊന്നും വച്ചില്ല, ഒന്ന് നോക്കി നിന്നതേ ഉള്ളൂ. എൻ്റെ മോളെ, എന്തിനാ മോളെ ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കിയത്? അയ്യേ, അതൊക്കെ മോശമല്ലേ മോളെ, നാണക്കേട്. എന്തായാലും മോള് ഇവിടെ നടന്നൊന്നും പറഞ്ഞില്ലല്ലോ, അതേതായാലും നന്നായി. നിങ്ങൾക്ക് എൻ്റെ ഏട്ടൻ്റെ സ്ഥാനമാണ്, ആ സ്ഥാനത്ത് നിങ്ങൾ നിൽക്ക്. അല്ല മോളെ, അവർ ചോദിച്ചപ്പോഴേ മോൾ എന്താ ഒന്നും മിണ്ടാതെ നിന്നത്, അത് മനസ്സിലായില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ മോക്കും ഇഷ്ടമാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ മിണ്ടാതിരുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്നോട് ചെയ്യാം എന്നല്ല. നിശബ്ദമായിട്ട് ഞാനെല്ലാം സഹിച്ചതും അല്ല. ഈ വീടിൻ്റെ സമാധാനം കളയരുത് എന്നോർത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ മൗനം പാലിച്ചത്. മോള് ദേഷ്യപ്പെടുന്ന കാണാൻ നല്ല രസാ എന്ന് പറഞ്ഞു. മൂക്കൊക്കെ അങ്ങ് ചുമന്ന് തുടുത്ത് നല്ല ചേലാട്ടോ എന്ന് പറഞ്ഞ ശേഖരൻ.
ഛേ, ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ ഭാര്യ ഒരമ്മയാവാൻ പോവാണ്. ആ സമയത്ത് ആ പാവ സ്ത്രീയുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ എന്നോട് ചെയ്തതുപോലെ ഇനി എന്നോട് ഒരിക്കൽ കൂടി ആവർത്തിച്ചാൽ അത് ഞാൻ ക്ഷമിക്കില്ല കേട്ടോ. ഇനി ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല. ഈ വീട്ടിലെ എല്ലാവരുടെയും മുന്നിൽ വച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അതിന് ഞാൻ മറുപടി തരുന്നത്. സൂക്ഷിച്ചോ, ഇത് ആരതിയാ പറയണത് എന്ന് പറഞ്ഞ് ആരതി വല്ല് വിളിച്ചിട്ട് ആരതി അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പം ശേഖരൻ അവിടെ നിന്നിട്ട്, ഹോ എൻ്റെ പൊന്നോ, നിന്നോട് ഒരിക്കൽ മോഹം കൂടി കൂടി വരികയാണല്ലോടി പെണ്ണേ. എൻ്റെ മോളെ ആരതി, നിന്നെ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോവാന്ന് നീ കരുതുകയേ വേണ്ടട്ടോ. നീ എനിക്കുള്ളതാടി, എനിക്ക് മാത്രം. ഈ ചാരങ്ങാട്ട് ശേഖരന് മാത്രം ഉള്ളതാ എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയാണ്. അപ്പോൾ അപ്പുറത്ത് ഗൗരി ഇരിപ്പുണ്ട്. ആളാകെ ഭയങ്കര ദേഷ്യത്തിലാണ്. ശങ്കറിന് എന്താ തോന്നുന്നത്? ആരതിക്ക് പെട്ടെന്ന് എന്തായിരിക്കും ശങ്കർ പറ്റിയിരിക്കുന്നത്? അവൾ എന്തെങ്കിലും പേടിച്ച് കാണുമോ? അവൾ ആകെ വിഷമിച്ചു പോയി. എന്തായാലും ആ സമയത്ത് നമ്മളിവിടെ ഉണ്ടായിരുന്നത് നന്നായി അല്ലേ ശങ്കർ? അവൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. വീട് മാറി നിന്നതിൻ്റെ ഒക്കെ ആയിരിക്കും. അല്ല, ശങ്കർ എന്താ മിണ്ടാതിരിക്കുന്നത്? ശങ്കർ എന്താ അമ്പലത്തിൽ വരാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴും പ്രതികരണമില്ല. എന്നോടൊന്നും പറയുക പോലും ചെയ്തില്ല. വേഗം എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ശങ്കർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എത്ര തവണ ഞാൻ പറഞ്ഞതാ, കുറച്ച് നേരത്തെ കാര്യമല്ലേ ഉള്ളായിരുന്നു. ശങ്കർ വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ പൂജ ചെയ്യായിരുന്നല്ലോ. ഇനിയും നീ അതിനെക്കുറിച്ച് എന്തിനാ പറയണത്? എനിക്ക് വരാൻ പറ്റിയില്ല, കഴിഞ്ഞില്ലേ. പിന്നെ നീ എന്തിനാ പറയണത്? വെറുതെ ഇങ്ങനെ ചപ്പടാച്ച് ഡയലോഗ് അടിക്കേണ്ട കാര്യം എന്തിനാ? ശങ്കറിനെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ലോ. ഉറപ്പായിട്ടും ശങ്കർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നോട് അങ്ങനെ പറയുകയും ചെയ്തതല്ലേ. ദേ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീ വെറുതെ ഒരു സാധാരണ ഭാര്യമാരെ പോലെ എന്നോട് പെരുമാറരുത്, മനസ്സിലായോ? എത്ര നിസ്സാരമായിട്ടാ ശങ്കർ എൻ്റെ സ്നേഹത്തിനെയും കരുതലിനെയും ഒക്കെ പുച്ഛിച്ച് തള്ളുന്നത്. ഞാൻ ശങ്കറിൻ്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഉമാമഹേശ്വര പൂജയ്ക്ക് വ്രതമെടുത്തത് പോലും ശങ്കറിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. ഓ, അപ്പം നിനക്ക് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വിലയൊക്കെ നിനക്കിപ്പം മനസ്സിലാവുന്നുണ്ടല്ലേ ഗൗരി? നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ എന്ന് ചോദിച്ചു. നീ സത്യം പറയണം കേട്ടോ. പറയാം. ശങ്കറിന് എന്താ അറിയേണ്ടത്? എല്ലാ കാര്യത്തിലും ഇങ്ങനെ കള്ളം പറഞ്ഞ് നിനക്ക് മടുപ്പാവുന്നില്ലേ? ശങ്കറിൻ്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവും ശങ്കർ. ഞാൻ കാരണം ശങ്കർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതും എനിക്ക് നന്നായി അറിയാം ശങ്കർ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കള്ളവും ഞാൻ ശങ്കറിനോട് പറഞ്ഞിട്ടേ ഇല്ല. എനിക്ക് ശങ്കറിനോട് കള്ളം പറയേണ്ട കാര്യമില്ല ശങ്കർ. കള്ളം പറഞ്ഞ് ഒന്നും നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഒന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ? അപ്പോൾ ഇപ്പം എന്താ നടക്കുന്നത്? എൻ്റെ സ്നേഹം നേടാനുള്ള സൈക്കോളജിക്കൽ മൂവ് അല്ലേ ഈ നടക്കുന്നത്? നീ നിൻ്റെ ആക്ടിങ് എൻ്റെ മുന്നിൽ ഇറക്കല്ലേ കേട്ടോ ഗൗരി. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ചത്, തകർത്ത് കളഞ്ഞത് അത് നീ മാത്രമാണ്. ഈ ശങ്കർ മഹാദേവൻ പട്ടി കരയണത് പോലെ കരഞ്ഞില്ലേ? അതിനുള്ള കാരണം നീ മാത്രമാണ്. അതിന് ഞാൻ പഴയ ശങ്കർബായി ആണോ എന്ന് എനിക്ക് തന്നെ ഇപ്പം സംശയമുണ്ട്. എൻ്റെ ഉള്ളിൽ ആ പഴയ ധൈര്യവും ഊർജവും ഒക്കെ പോയി. പൊട്ടുമില്ല. ഞാൻ തോറ്റുപോയി, ചതിക്കപ്പെട്ടു. അതെനിക്ക് നന്നായി അറിയാം ഗൗരി. അതുകൊണ്ടാട്ടോ നീ കാരണം എൻ്റെ ഈ തല കുമ്പിട്ട് പോയത്. ഉള്ളിൽ ധൈര്യമില്ല. സ്വന്തം കെട്ടിയവനോട് ഒരു ഭാര്യ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാ നീ എന്നോട് ചെയ്തത്. എന്നിട്ടും ഞാൻ നിന്നെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നില്ലേ? അതുകൊണ്ട് മിണ്ടാണ്ട് ഇനിയുള്ള കാലം നിന്റെ തെറ്റിനെ പ്രായശ്ചിത്തവും ചെയ്ത് ഇവിടെ ഇങ്ങനെ ജീവിച്ചോ. പിന്നൊരു കാര്യം പറയട്ടെ, അല്ലാതെ നീ എന്നോട് നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. നീ എന്നോട് ചെയ്ത പാപത്തിന് ഒരിക്കലും മോചനം ഉണ്ടാവില്ല, ഒരിക്കലും എന്ന് പറഞ്ഞിട്ട് ശങ്കർ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത് ഗൗരിയുടെ ചങ്കി കുത്തുന്ന പോലത്തെ വാക്കായിപ്പോയി കേട്ടോ. അപ്പോൾ ശങ്കർ പറഞ്ഞു, നീ ചെയ്ത പാപത്തിന് ഒരിക്കലും നിനക്കൊരു മോചനം ഉണ്ടാവില്ല എന്ന് ശങ്കർ പറഞ്ഞത് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഇങ്ങനെ ഓടി ഓടി വരികയാണ്. അപ്പോൾ ഗൗരി ഇങ്ങനെ ആകെ കരഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ കാണുന്നത് ശ്യാംസാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ വേണി ഇങ്ങനെ എഴുതിയിട്ട് സ്ത്രീ സങ്കല്പത്തെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കണ്ണാടി ചെന്ന് നോക്കിയിട്ട്, ഈ മത്താപ്പൊന്നും എഴുന്നേൽക്കുന്നില്ലല്ലോ, അപ്പം എന്താ ചെയ്യുക? മത്താപ്പിനോട് തന്നെ ചോദിക്കാം. അപ്പം നല്ല ഉറക്കത്തിലായിരുന്ന ആദർശിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ തോന്നിയില്ല. അപ്പോൾ ആളാകെ ചെന്നിട്ട് ഒരു ഷോളിൻ്റെ അറ്റം മടക്കി ഇങ്ങനെ മൂക്കി തിരി കേട്ടോ. അപ്പോൾ വേഗം തുമ്മി ചാടി എഴുന്നേറ്റു.
അപ്പം വേണി എന്നിട്ട് ചിരിക്കുകയാണ്. പണിയേറ്റു. അല്ല, വേണി അപ്പോൾ കുത്തി അവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ അടുത്ത്. ഇങ്ങനെ നോക്കിയിട്ട്, ആദർശേട്ടാ നല്ല ഉറക്കമായിരുന്നോ? എന്താ എന്ന് ചോദിച്ചു. അല്ല ആദർശേട്ടാ, അതെ ഉറങ്ങല്ലേ, ഒരു കാര്യമുണ്ട്. എന്താ എന്ന് ചോദിച്ചു. പറയാം, നിങ്ങളൊന്ന് എഴുന്നേറ്റിരുന്നേ. നീ കാര്യം എന്താന്ന് പറ വേണി, ഒന്ന് എഴുന്നേക്കേ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ആദർശിനെ വലിച്ചു പൊക്കി അവിടെ ഇരുത്തി. ശരി, എഴുന്നേറ്റോ, ഇനി നിൻ്റെ കാര്യം പറ. എന്താ നിൻ്റെ കാര്യം പറ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതെ, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കുന്ന ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ അപ്പോൾ വേണി ഉടനെ കുണുങ്ങാൻ തുടങ്ങി. അപ്പോൾ ആദർശ് പറഞ്ഞു, അതെ എനിക്ക് നിന്നോട് സംസാരിക്കുന്ന ഇഷ്ടമാണ്. എന്നാൽ പിന്നെ സംസാരിച്ചൂടെ? എന്ത് സംസാരിക്കണം അത് ആലോചിക്കുന്നത്. ചുമ്മാ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ വേണി? വിഷയം അല്ലേ? അല്ലല്ലേ, എന്നാലേ ആദർശേട്ടനെ കുറിച്ച് തന്നെ പറയേ. എന്നെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാ? നീ എന്താ വേണി ഉദ്ദേശിച്ചത്? അല്ല, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, എന്തൊക്കെ ഇഷ്ടമല്ലാത്തത്, അതൊക്കെ ഒന്ന് പറ. അതൊക്കെ ഞാനൊന്നറിയണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, അതാ ചോദിച്ചത്. അപ്പം ആദർശ് ഇങ്ങനെ നോക്കിയിട്ട്, ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഭാര്യ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് പെട്ടെന്നിപ്പോൾ ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചു. ഇതിപ്പോൾ ഇത്ര വലിയ കാര്യമാണ്? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാനല്ലാണ്ട് പിന്നെ നിങ്ങളുടെ ഇഷ്ടം ആരാ മനസ്സിലാക്കാം? അപ്പോൾ നീ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാ അല്ലേ വേണി? ആണെന്ന് വെച്ചോ. പറ, നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾക്ക് എങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഇഷ്ടം? എങ്ങനെയുള്ള പെണ്ണുങ്ങളെയാണെന്ന് വെച്ചാൽ അതെനിക്ക് മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? അതെ, നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കരുത് എന്ന് പറഞ്ഞു. വേണി, നീ എന്താ ഉദ്ദേശിക്കുന്നത്? സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അതെ, അതല്ല, നിങ്ങൾക്ക് ഈ മോഡേൺ ഡ്രസ്സൊക്കെ ചെയ്തിരുന്ന അങ്ങനെയുള്ള പെണ്ണുങ്ങളെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം ആദർശ് പറയാണ്, അതെ, ഒരാളെ ഞാൻ വിലയിരുത്തുന്നത് ഡ്രസ്സ് നോക്കിയിട്ടല്ല, അയാളുടെ സ്വഭാവവും വ്യക്തിത്വവും ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ഒരാളെ വിലയിരുത്തുന്നത്. അതാദ്യം നീ ഒന്ന് മനസ്സിലാക്കി വേണി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മോഡേൺ ഡ്രസ്സുകൾ ഇഷ്ടമല്ലേ? എൻ്റെ വേണി, നിനക്ക് സംസാരിക്കാൻ വിഷയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കിടന്നാലോ? എനിക്ക് നാളെ രാവിലെ നേരത്തെ എണീക്കേണ്ടതാ. ഞാൻ കിടക്കട്ടെ. അപ്പോൾ ആദർശ് കിടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പിടിച്ചു. ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. എനിക്ക് നല്ല ഉറക്കം വരുന്നു, നമുക്ക് നാളെ സംസാരിക്കാം, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ആദർശ് തിരിഞ്ഞു കിടന്നു. പാവം വേണി. മത്താപ്പ് മോഡേൺ ഡ്രസ്സ് ഇടുന്ന പെണ്ണുങ്ങളെയാ ഇഷ്ടം, അല്ലെങ്കിൽ പിന്നെ ആ ബുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരുന്നു കേട്ടോ. അവസാനം എന്നിട്ട് പിന്നെ ഇങ്ങനെ വേണിങ്ങനെ ആലോചിച്ചിങ്ങനെ കുത്തിയിരിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയാണ്. അപ്പോൾ ഗൗരി ആ സോഫയിലിരുന്ന് ഇങ്ങനെ ഉറങ്ങുകയാണ്. അപ്പോൾ ശങ്കർ എത്തിയിട്ടില്ല. അപ്പോൾ ഗൗരി ഉറങ്ങുന്നത് കണ്ട് ശങ്കർ അങ്ങോട്ടേക്ക് കയറി വരുവാണ്. ശങ്കർ കയറി വന്നപ്പോഴത്തേനും ഗൗരി നല്ല ഉറക്കമാണ്. അപ്പോൾ ഗൗരി എന്ന് വിളിച്ചു. എന്താ ശങ്കർ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ആവശ്യമൊന്നുമില്ല, നീ എന്തെങ്കിലും കഴിച്ചിട്ടാണോ കിടന്നത് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ച കേട്ടില്ലേ, കഴിച്ചിട്ടാ കിടന്നെങ്കിൽ കിടന്നോ. ഇല്ല, ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ശങ്കർ ഇങ്ങനെ ഒന്ന് നോക്കി. എന്നിട്ട് ശങ്കർ വേഗം പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ കലി പൂണ്ടാ പോകണം കേട്ടോ. കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി നമ്മളോട് ഒരു പ്രതികാരം മോഹം പോലെയാണ് ശങ്കറിൻ്റെ ആ പോക്ക്. അപ്പോൾ കയ്യിലൊരു പാത്രമൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഭക്ഷണം കൊണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു. ദാ നീ കഴിക്കുക എന്ന് പറഞ്ഞു. നീ ഇത് കഴിക്കുക, എനിക്ക് വേണ്ടിയിട്ട് നീ പൂജയൊക്കെ വഴിപാടും ഒക്കെ ചെയ്തതല്ലേ, പിന്നെ എനിക്ക് വ്രതമൊക്കെ എടുത്തതല്ലേ. വ്രതം മുറിച്ച പിന്നീട് പട്ടിണി കിടക്കാൻ പാടില്ല എന്നാ അമ്മ പറഞ്ഞ് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി കഴിക്കുക. അല്ല, ഇതെന്തു പറ്റി പെട്ടെന്നെന്താ എന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ? നീ കഴിക്കുക എന്ന് പറഞ്ഞു. നല്ലോണം കഴിക്കുക എന്നൊരാക്കിയ വർത്തമാനം കൂടി ശങ്കർ പറഞ്ഞു. അപ്പോൾ ഗൗരി ഇങ്ങനെ എടുത്തപ്പം, ഒരു മിനിറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ മറന്നുപോയി. എന്താ അത് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ ശങ്കർ ഒരു മുളക് പൊടി പാക്കറ്റ് എടുത്തു. എന്നിട്ട് അത് പൊട്ടിച്ച് കറിക്കകത്തോട്ട് അങ്ങ് തട്ടിയിട്ടോ ശരിക്കും. എന്നിട്ട് ഇളക്കിയിട്ട് ഇനി കഴിക്കുക, നന്നായി കഴിക്കുക എന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞാലും നീ കഴിക്കുമല്ലോ, എന്നാൽ പിന്നെ നീ ഇത് കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി ഇത് ചിരിച്ചിട്ട് ശങ്കർ തന്നോ, എന്താ നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരിയുടെ ചിരി കണ്ടപ്പോൾ ശങ്കറിന് അതിശയം തോന്നി. ഇതെന്താ ഗൗരി ഇങ്ങനെ എന്ന്. അതെ, നിങ്ങൾ എന്തായാലും അഗ്നിശുദ്ധി വരുത്താനൊന്നും ശങ്കർ എന്താണെങ്കിലും ആവശ്യപ്പെട്ടില്ലല്ലോ. ഇനി അങ്ങനെ വേണമെന്നാവശ്യപ്പെട്ടാലും
അഗ്നിശുദ്ധി വരുത്താൻ പറഞ്ഞാലും അതും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെയാണോ ഈ മുളക്? ഇത് ഞാൻ കഴിക്കാം, എൻ്റെ ശങ്കർ ആഗ്രഹിച്ചതല്ലേ. ഞാനിത് കഴിക്കുന്നത് കൊണ്ട് ശങ്കറിന് സന്തോഷം തിരിച്ചു കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഗൗരി ഇത് ആസ്വദിച്ച് തന്നെ കഴിക്കുകയാണ്. അപ്പോൾ ഇത് കഴിക്കുന്ന കണ്ട സത്യത്തിൽ ശങ്കർ അതിശയിച്ചു പോയി. ഒരിക്കലും ശങ്കർ പ്രതീക്ഷിച്ചതായിരുന്നില്ല അവിടെ നടന്നത് കേട്ടോ. അപ്പോൾ ഗൗരിയെ നോക്കി ഇങ്ങനെ ശങ്കർ അതിശയത്തോടെ ഇരിക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.